നമസ്കാരം. തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നെ നൽകിയിരിക്കുന്ന ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇഷ്ടദേവതയെയോ കുടുംബദേവതയെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും നിറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം. അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി ആദ്യം നൽകിയിരിക്കുന്ന നമ്പറായ 111 എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. ഇഷ്ടദേവതയുടെ അനുഗ്രഹം അതല്ല എങ്കിൽ കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. ഈ മാസം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ ഉയർച്ച, അതായത് ധനം കൈകളിലേക്ക്, അതായത് പണം കൈകളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. എന്നാൽ പണം വരുന്നതിനനുസരിച്ച് തന്നെ അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യവും ഉണ്ടായി എന്ന് വരാം. അതിനാൽ തന്നെ ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് അനുയോജ്യം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും ചില ക്ലേശങ്ങൾ വന്നു സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ചില വിഷമങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാവുന്നതാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം ഇഷ്ടദേവതയുടെ അതല്ലെങ്കിൽ കുടുംബദേവതയുടെ അനുഗ്രഹത്താൽ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്. കർമ്മരംഗത്ത് നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. വളരെയധികം ബുദ്ധിശക്തിയുള്ളവർ തന്നെയാണ് നിങ്ങൾ. അക്കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ തന്നെ പ്രതികൂലമായ പല കാര്യങ്ങളെയും ഇത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എവിടെയും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ശാരീരികവും മാനസികവുമായ ശക്തി വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടി മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് വരാം. എങ്കിൽ കൂടിയും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട്, അതായത് നിഷ്പ്രയാസം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് കടന്നു വരുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതായത് സ്ഥാനക്കയറ്റമോ ഉയർച്ചയോ നിങ്ങൾക്കുണ്ടാകും എന്ന് ചുരുക്കം. കൂടാതെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് തിരിച്ചടി ലഭിക്കുന്ന സമയം കൂടിയാണ് ഇനിയുള്ളത് എന്ന് ഓർക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടായി എന്ന് വരാം. എങ്കിൽ കൂടിയും അവരെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ കൂടിയും അശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ്. കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേർന്നു എന്ന് വരാം. കടം വീട്ടാൻ അല്പം സാവകാശം ലഭിച്ചു എന്ന് വരാം. എന്നിരുന്നാൽ കൂടിയും സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് ചിന്തിച്ചായിരിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. എടുത്ത തീരുമാനങ്ങളുമായി മുന്നേറുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്. ആ കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നുള്ള വിവരം ഓർക്കേണ്ടതാകുന്നു. പുതിയ അവസരങ്ങൾ, അതായത് ജോലി താൽക്കാലികമാണെങ്കിൽ പോലും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ മാസം പ്രത്യേകിച്ചും
കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി രണ്ടാമത്തെ നമ്പറായ 444 എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പ്രതീക്ഷിക്കുന്നത് പോലെ ധനം കൈകളിലേക്ക് വന്നു ചേരാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിൽ ഉടനെ തന്നെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള വ്യക്തികൾ തന്നെയാകുന്നു നിങ്ങൾ. ദാമ്പത്യ ജീവിതത്തിലും മറ്റുള്ള വ്യക്തികളുമായും തർക്കങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അത് നിങ്ങൾക്ക് മാനസികമായ വിഷമങ്ങൾക്ക് കാരണമായി തീരാം. എന്നാൽ ഈ തർക്കങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ആഗ്രഹങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായുള്ള ഒരു സമയം തന്നെയാകുന്നു ഇത്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുവാൻ വേണ്ടി അതിനായി പരിശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇത്തരത്തിൽ പരിശ്രമിക്കുന്നതിലൂടെ ഇക്കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. ഈ യാത്രകൾക്കിടയിലെല്ലാം ചെറിയ തടസ്സങ്ങളും വന്നു ചേർന്നു എന്ന് വരാം. ഇത്തരം തടസ്സങ്ങളെയെല്ലാം നിങ്ങൾ തന്നെ ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നാണ് പറയുവാനുള്ളത്. പലതും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. സന്താന ക്ലേശങ്ങൾ അല്പം ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭാഗ്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിവൈഭവം കൊണ്ട് പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുവാനുള്ള അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാഹചര്യം തന്നെയാണ് ഇനി ആഗതമാകുന്നത്. ധനപരമായ നേട്ടങ്ങൾ ഇതിലൂടെ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ സ്വീകാര്യത, അംഗീകാരം മുതലായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശയാത്രകൾ പഠനാവശ്യവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ്. കൂടാതെ ഈ സമയം മനക്ലേശങ്ങൾ ഉണ്ട് എങ്കിൽ അത് നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ നിന്നും ചില ആശ്വാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു ഇത്. നിങ്ങളുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പ്രധാനമായും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. പല വ്യക്തികളുമായും നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. പല മാറ്റങ്ങളും ജീവിതത്തിൽ പ്രകടമാകുന്ന സമയം കൂടിയാണിത്. കർമ്മരംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് മൂലം അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. തന്മൂലം ജീവിതത്തിൽ ഉയർച്ച നേടുവാനും, അതായത് കർമ്മരംഗം മൂലം ഉയർച്ച നേടുവാനും സാധിക്കുകയും ചെയ്യും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.